ശരീരമായിട്ടുള്ളതായ ബലഹീനതകൾ ഉണ്ട് എങ്കിലും ഇതൊക്കെ മറന്ന് നമ്മുടെ മധ്യയിൽ ഇന്ന് പകൽക്കാലമായിരിക്കുകയാണ്. ഈ കാലയളവിൽ അനേക കൺവെൻഷനുകളിലും മറ്റു വേദികളിലൊക്കെയും ക്രിസ്തുവിന് വേണ്ടി വെത്തുന്ന പ്രിയ ദേവദാസിനോട് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നുള്ള നിമിഷം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഈ ദശ അറിയിപ്പാനായിട്ട് പ്രിയദാസിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്ത് കർത്താവ് അനുഗ്രഹിക്കുകയും അവിടുന്ന് സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ മീറ്റിംഗിൽ ലീഡ് ചെയ്യുന്ന പ്രിയമുള്ള കർത്തൃദാസൻ പാസ്റ്റർ പി പ്രദീപ്, പത്തനാപുരം ഇൻഡിപെൻഡന്റ് ഗോസ്പൽ ബാപ്റ്റിസ്റ്റ് ചർച്ചിന്റെ പാസ്റ്ററായി സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ ഷിജു എബ്രഹാം, അദ്ദേഹത്തിന്റെ പ്രിയമുള്ള സഹധർമ്മിണി സൗര്യ ആശ, അടുത്ത മകളെയുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം. പാസ്റ്റർ ഷിജു എബ്രഹാമിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു കുടുംബമാണ് അവരുടേത്. പ്രത്യേകിച്ച് അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പറയാതെ തന്നെ ആ പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമ്മളൊക്കെ കണ്ട് അറിയുന്ന ആളുകളുമാണ്. കഴിഞ്ഞ ഏറിയ വർഷങ്ങൾ ഈ ദേശത്ത് കുഴവക്കാട് എന്ന് പറയുന്ന ദേശത്ത് പ്രവർത്തിപ്പാൻ, ഇവിടെയുള്ള അനേക ഭവനങ്ങളോടുകൂടെ ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിനെ സാക്ഷീകരിക്കുവാൻ, നിങ്ങളിൽ ഒരാളായി മാറി ഈ ദേശത്തിന് വേണ്ടി ദൈവത്തോട് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, അങ്ങനെ വിവിധ നിലയിലുള്ള ശുശ്രൂഷകൾക്ക് പങ്കാളികളായിക്കൊണ്ട് തീർന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഷിജു പാസ്റ്ററെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഓർത്ത് ദൈവത്തിന് മഹത്വവും സ്തോത്രവും സ്തുതിയും അർപ്പിക്കുന്നു. അവർക്ക് ദൈവം നൽകിയ കഴിവുകളും സാഹചര്യങ്ങളും ഒക്കെ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഇനിയും ധാരാളമായി പ്രവർത്തനങ്ങളെ ദൈവം മാനിക്കുകയും അവരെ കുടുംബമായി അതിനുവേണ്ടി ദൈവം ഒരുക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 2023 ക്രിസ്തുമസിന്റെ മാസം എന്ന നിലയിൽ ഡിസംബർ മാസം വളരെ പ്രത്യേകതയുള്ള ഒരു മാസമാണ്. പ്രത്യേകിച്ച് ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാനായി ഇനിയും ഏതാനും ദിവസങ്ങൾ മാത്രം നമ്മുടെ മുൻപിൽ അവശേഷിച്ചിരിക്കുമ്പോൾ ഈ 2023 ഡിസംബർ മാസം അവസാന മണിക്കൂറുകളിൽ ഇങ്ങനെ ഒരു പ്രത്യേക പ്രോഗ്രാം ഇവിടെ ക്രമീകരിക്കുവാനായി ദൈവദാസനെ ദൈവം സഹായിച്ചു. ഞങ്ങൾക്ക് ചില സ്ഥലങ്ങളിൽ കടന്നുപോയി കർത്താവിനെ കുറിച്ച് ഞങ്ങൾക്ക് സാക്ഷീകരിപ്പാനായിട്ടും അവിടുന്ന് കൃപ നൽകി. ഇവിടെയും നിങ്ങളുടെ മുൻപാകെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായി ഞങ്ങൾ നിൽക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുത്തിയ, ഞങ്ങളുടെ ജീവിത രീതികൾക്ക് മാറ്റം വരുത്തിയ, ഞങ്ങളുടെ കുടുംബത്തിന്റെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തിയ, ആകമാനമുള്ള ഞങ്ങളുടെ ജീവിതത്തിന് എല്ലാ തലത്തിലും രൂപാന്തരം വരുത്തിയ ഞങ്ങളുടെ കർത്താവിനെ കുറിച്ച് പറയുന്നതിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു. എത്രമാത്രം പറഞ്ഞാൽ തീർക്കുവാൻ കഴിയാത്ത നിലയിൽ ആ ദൈവത്തിന്റെ നന്മകളും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ദൈവം നൽകുന്ന സമാധാനവും സന്തോഷവും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വർദ്ധിക്കുമ്പോൾ അത് നിങ്ങളോട് ഓരോരുത്തരുമായി പങ്കുവയ്ക്കുക എന്നുള്ളത് ഞങ്ങളുടെ കടമയാണ്, ഞങ്ങളുടെ കർത്തവ്യമാണ്. കാരണം ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന ഈ സമാധാനവും ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന ഈ സന്തോഷവും ഈ കർത്താവിലുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഞങ്ങളുടെ പ്രത്യാശയുമൊക്കെ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞങ്ങൾക്ക് വീണ്ടും ഇവിടെ അവസരം ലഭിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അല്പസമയം ഞങ്ങളെ ശ്രദ്ധിക്കണമേ എന്ന് താല്പര്യപ്പെടുകയും ചെയ്യുകയാണ്. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമായി ചില കാര്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ മുൻപോട്ട് പോകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ഡിസംബർ മാസത്തിൽ നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുജനനം ഘോഷിക്കുന്ന ലോകം മുഴുവൻ വിവിധ നിലയിൽ അതിന്റെ ആഘോഷത്തിൽ അമർന്നിരിക്കുന്ന ഒരു മാസമാണ് ഡിസംബർ മാസം. അതിന്റെ പ്രത്യേക ചില ആഘോഷങ്ങളിലൊക്കെ പല ആളുകളും വിവിധ നിലയിലാണ് ഏർപ്പെടാറുള്ളത്. എന്നാൽ ഇന്ന് ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ ജനനം എന്താണ് എന്ന് മനസ്സിലാക്കുകയും അതിന്റെ അർത്ഥം യഥാർത്ഥമായി ഉൾക്കൊണ്ട് അതിന്റെ സന്തോഷം ഞങ്ങൾ വ്യാപരിക്കുകയും ചെയ്ത് ആ സന്തോഷമാണ് നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്താണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്? നമുക്കറിയാം ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം അതിന്റെ ഒരു വാക്യം മാത്രം ഒന്ന് വായിച്ച് മുൻപോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെയാണ് പറയുന്നത്. അതിൽ 10-11 വാക്യങ്ങൾ ഇങ്ങനെ നാം വായിക്കുന്നു. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഇതാണ് ക്രിസ്തുമസ്.
സന്ദേശം സകല മനുഷ്യർക്കുമുള്ള സന്തോഷമാണ്, സകല മനുഷ്യർക്കുമുള്ള സമാധാനമാണ് ക്രിസ്തുവിന്റെ സന്ദേശം എന്ന് പറയുന്നത്. ഇവിടെ ദൈവവചനത്തിൽ വായിച്ചതുപോലെ തന്നെ ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമുള്ള സന്തോഷവും സമാധാനം നൽകുന്ന ഒന്നല്ല ക്രിസ്തുവിന്റെ ജനനമെന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ ജനനമെന്ന് പറയുന്നത് ഈ ലോകത്തിലെ സകല മാനവജാതിക്കും വേണ്ടിയുള്ള, സകല മനുഷ്യർക്കും വേണ്ടിയുള്ള ദൈവത്തിന് നിത്യമായ സന്തോഷം, ദൈവത്തിന് നിത്യമായ സമാധാനം നൽകുന്ന ഒരു അവസരമാണ്, ഒരു സമയമാണ് ക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുന്ന ക്രിസ്തുമസ് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന ഈ സന്തോഷവും ഞങ്ങൾ അനുഭവിക്കുന്ന ഈ സമാധാനവും നിങ്ങളും അറിയണമെന്നും നിങ്ങളും പ്രാപിക്കണമെന്നും ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങളുടെ മുൻപാകെ ഞങ്ങൾ നിൽക്കുന്നത്. എന്താണ് ഈ ക്രിസ്തുമസ്? എന്താണ് ക്രിസ്തുമത്തിന്റെ സന്ദേശം? പ്രിയപ്പെട്ടവർ, ഇന്ന് ലോകത്തിലേക്കൊന്ന് നോക്കിയാൽ നമുക്കറിയാം, എവിടെ നോക്കിയാലും സാമൂഹിക തിന്മകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, ലഹരികൾ അതിന്റെ ഉപയോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, മനുഷ്യന്റെ സൊസൈറ്റികളായി തീർന്നുകൊണ്ടിരിക്കുന്നു, മനുഷ്യന് മുമ്പ് പറഞ്ഞവരായി തീർന്നുകൊണ്ടിരിക്കുന്നു. പാപത്തിന്റെ അന്ത്യകാലത്തിൽ മനുഷ്യൻ ഉടലുകയാണ്. സമാധാനത്തിനായി ചോദ്യവുമായി നിൽക്കുമ്പോൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് ഓരോരുത്തരും ജീവിതത്തിന്റെ പരിഹാരമെന്ന് ഈ തരുണത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ. സമീപകാലത്ത് കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിലെ ഒരു മുഖ്യധാര പത്രത്തിൽ ഇങ്ങനെ ഒരു ലേഖനം വായിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ആ പത്രത്തിൽ, മലയാള മനോരമ പത്രത്തിൽ, അവിടെ ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു പ്രൊഫസറായിരുന്ന, സൈക്യാട്രി പ്രൊഫസറായിരുന്ന ഡോക്ടർ അരുൺ ബി നായർ എഴുതിയ ഒരു ലേഖനം വായിക്കുകയുണ്ടായി. അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയത്. വിഷാദമേ വിട എന്നതായിരുന്നു അതിന്റെ തലക്കെട്ടുകൾ. അദ്ദേഹം ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചു: ഇന്ന് കേരളത്തിലെ അനേക യൗവനക്കാർ വിഷാദ രോഗത്തിന് അടിമകളായി സമാധാനമില്ലാതെ ജീവിക്കുന്നു. അദ്ദേഹം അതേക്കുറിച്ച് രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്. അദ്ദേഹം എഴുതുവാനുള്ള സാഹചര്യം എന്താണെന്ന് അറിയാമോ? കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് തമിഴ്നാട്ടിലെ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ DIG ആയി സേവനമനുഷ്ഠിച്ച ഒരു മനുഷ്യന്റെ ഉദ്യോഗത്തിലിരിക്കെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അദ്ദേഹം വിഷാദരോഗത്തിന് ചികിത്സ തേടിയിരുന്നു. അങ്ങനെ ആ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ് നമുക്കത് വായിക്കുവാനായിട്ട് സാധിച്ചത്. അദ്ദേഹത്തിന്റെ മരണ വാർത്തയെ കുറിച്ച് അദ്ദേഹം കുറിച്ചു വെച്ചപ്പോഴാണ് അദ്ദേഹം ഒരു യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞത്. ഇന്ന് ഈ കൊച്ചു കേരളത്തിലെ പല യൗവനക്കാരും മാനസികമായ പ്രശ്നങ്ങളിലൂടെ അവർ കടന്നു പോകുന്നു. അനേക യൗവനക്കാർ വിഷാദ രോഗത്തിന് അടിമകളായി സമാധാനമില്ലാതെ അവർ ജീവിക്കുന്ന വാർത്ത അദ്ദേഹം രേഖപ്പെടുത്തുകയുണ്ടായി. എന്താണ് കാരണമെന്ന് അദ്ദേഹം തന്നെ അത് രേഖപ്പെടുത്തി. ഒരു വിദ്യാഭ്യാസം ലഭിച്ചുകൊണ്ടെങ്കിലും അനുയോജ്യമായ ജോലികൾ ലഭിക്കുന്നില്ല. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശാരീരികമായ പ്രശ്നങ്ങൾ എത്ര ചികിത്സിച്ചിട്ടും അവർക്ക് ഭേദം വരാത്ത മാറാ രോഗങ്ങളായി അത് അവരെ പിടികൂടിയിരിക്കുന്നു. മാത്രമല്ല, ചിലരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അവർക്ക് നേരിടേണ്ടി വന്ന പ്രേമ നൈരാശ്യം അവരെ സമാധാനമില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുന്നു. ചിലരെ സംബന്ധിച്ച് അവരെ പങ്കാളികളുടെ വേർപാടുകൾ അവരെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നു. ചിലരെ സംബന്ധിച്ച് അവർ ആഗ്രഹിക്കുന്ന നിലയിൽ മുൻപോട്ട് പോകുവാൻ കഴിയാതെ സാമ്പത്തിക തളർച്ചയിൽ, സാമ്പത്തിക തകർച്ചയിൽ എന്തു ചെയ്യണമെന്നറിയാതെ വിഷാദ രോഗത്തിന്റെ അടിമകളായി തീർന്നിരിക്കുന്ന ആളുകളെ കുറിച്ച് അദ്ദേഹം എഴുതുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, ഇത് ജീവിതത്തിലെ നമ്മുടെ കുടുംബത്തിലെ ഒരു സാഹചര്യമല്ലേ എന്നുള്ളതൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. വിഷാദ രോഗം മുഖാന്തരമായി സമാധാനം നഷ്ടപ്പെട്ട് സുബോധമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് ഒരുപക്ഷെ ഒരു നിമിഷത്തെ ആ മനുഷ്യന്റെ ജീവിതത്തിലെ ചില ദുർചിന്തകൾ അവനെ ആത്മഹത്യയിലേക്ക് കൊണ്ട് എത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതാ നമ്മുടെ കൊച്ചു സംസ്ഥാനവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ വാർത്തകൾ ഇങ്ങനെ പരിശോധിച്ച സമയത്ത് ഞാൻ കണ്ടെത്തി, ഞാൻ മനസ്സിലാക്കിയത് കഴിഞ്ഞ ഒരു വർഷം ഇന്ത്യയിൽ ആകമാനമായി 1,64,033 പേര് ആത്മഹത്യ ചെയ്തു എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. എന്ന് പറഞ്ഞാൽ 1,00,000-12 പേർ വീതമാണ് നമ്മുടെ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി കേരളത്തിലെ കണക്കൊന്ന് നോക്കിയാലോ? ഈ കേരളത്തിലെ കണക്കൊന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കേരളത്തിലും 1,00,000
ഇവിടെ ആത്മഹത്യകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് പുരുഷന്മാരുമുണ്ട്, സ്ത്രീകളുമുണ്ട്. ഇനി സ്ത്രീകളുടെ കണക്ക് നോക്കിയാൽ 26.8% സ്ത്രീകൾ 100,000-ന് 26.8% ആളുകൾ 15-നും 24-നും ഇടയിൽ പ്രായമുള്ളവർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, എന്താണ് കാരണം? അവർക്ക് നേരിടുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല, അതിനെ തരണം ചെയ്യുവാൻ കഴിയുന്നില്ല, എന്ത് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അനേക ലക്ഷോപലക്ഷം ആളുകൾ ഇനി ലോകത്തിന്റെ കിടക്കുന്നു നോക്കിയാലോ, ഈ ഒരു വർഷം തന്നെ ഈ ലോകത്തിൽ 80 ലക്ഷത്തോളം ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ് കേൾക്കുവാനായിട്ട് സാധിച്ചത്. എന്താണ് ഇതിന് കാരണം? മനുഷ്യന് സമാധാനം കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നില്ല. അവന് വഹിക്കുവാൻ പറ്റാത്ത, സഹിക്കുവാൻ പറ്റാത്ത അനേക പ്രശ്നങ്ങളുടെ മുൻപിൽ അവന് സമാധാനം കണ്ടെത്തുവാൻ കഴിയുന്നില്ല. ജീവിതത്തിൽ നിരാശയിൽപ്പെട്ടുകൊണ്ട് വിഷാദത്തിൽ അടിമയായി ഇന്ന് മനുഷ്യൻ തന്റെ ജീവിതത്തെ ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ ഞാൻ ഓർപ്പിക്കട്ടെ, ഇത് പരിഹാരവുമായി നമ്മുടെ കർത്താവ് നിങ്ങളുടെ മുൻപാകെ നിൽക്കുകയാണ്. നിങ്ങളെപ്പോലെ തന്നെ വിവിധ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരാണ് ഇവിടെ നിൽക്കുന്ന ഞാനും. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഈ കർത്തൃദാസന്മാരും ഇവിടെ ഞങ്ങളോട് കൂടെയുള്ള പ്രിയപ്പെട്ടവരൊക്കെ നിങ്ങളെപ്പോലെ തന്നെ വിവിധ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ആളുകളാണ്. സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, ശാരീരികമായ രോഗങ്ങളുണ്ട്, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിലെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഒത്തിരി വിഷയങ്ങൾ, ഭവനമില്ലാത്തതിന്റെ വിഷമതകളുണ്ട്. അങ്ങനെ ഒത്തിരി വിഷമങ്ങൾ ഞങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഞങ്ങളെയൊക്കെ ഈ പ്രശ്നങ്ങളുടെ നടുവിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഘടകം എന്താണെന്ന് അറിയാമോ? ഞങ്ങളെ ബലപ്പെടുത്തുന്ന ഒരുവനുണ്ട്, ഞങ്ങളെ ശക്തീകരിക്കുന്ന ഒരുവനുണ്ട്. ആ കർത്താവിനുള്ള ആശ്രയമാണ്, കർത്താവിനുള്ള ബലമാണ് ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നത്, ഈ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ച് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നത്. പിന്നെയും തീർന്നില്ല, സാമൂഹിക തിന്മകൾ നമ്മുടെ ഇടയിൽ വർദ്ധിച്ചു.